നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മലർക്കണ്ടി. പലപ്പോഴും വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചില റൂമുകൾക്ക് വേണ്ടത്ര സൈസ് ഉണ്ടാകാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഡൈനിങ് റൂം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ ഡൈനിങ് ടേബിൾ ഇടുന്ന സമയത്ത് തീരെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ടേബിൾ ഇടുന്ന സമയത്ത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നു. ഇതിനുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ ചെറിയൊരു ഡൈനിങ് റൂമിൽ വീട് താമസമൊക്കെയായി നമ്മൾ ഡൈനിങ് ടേബിളും ചെയറുമൊക്കെ എടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ 6 സീറ്റുള്ള ഈ ഡൈനിങ് സെറ്റ് ഈ റൂമിൽ ഇടുന്ന സമയത്ത് വളരെ ടൈറ്റായി തോന്നാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഡൈനിങ് ചെയർസൊക്കെ 2 രീതിയിലാണ് ചെയറിൻ്റെ ചാരുണ്ടാകുക. ഈ ചെയറിൻ്റെ ബാക്ക് റെസ്റ്റ് ഒന്നെങ്കിൽ കുത്തനെയോ അതല്ലെങ്കിൽ വെലങ്ങനെയോ, വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ആണ് ഇതിലെ ഡിവിഷൻസ് ഒക്കെ ചെയറിനുണ്ടാകുക. ഇങ്ങനെയുള്ള ചെയർസ് കാണുമ്പോൾ നിങ്ങളുടെ റൂമിൽ ഡൈനിങ് ടേബിൾ ഇട്ടാൽ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും വെലങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വള്ളുള്ള അതല്ലെങ്കിൽ ഡിസൈനുള്ള ചെയർസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചെയറിൻ്റെ സൈസ് സെയിം ആണെങ്കിൽ തന്നെ നമ്മുടെ കാഴ്ചയിൽ ഇത് വളരെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് അതല്ലെങ്കിൽ താഴ്ന്നിരിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ചില കേസിൽ 6 സീറ്റിനുള്ള സ്പേസ് ഉണ്ടാകും, എന്നാൽ 8 സീറ്റ് ചെയർ വേണമെന്ന് പലർക്കും താല്പര്യമുള്ള ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലും ചെറിയൊരു കാര്യം ചെയ്താൽ മതി. അതായത് 8 സീറ്റ് ഡൈനിങ് ടേബിളിൻ്റെ സെറ്റ് എടുക്കാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. അതായത് 6 സീറ്റുള്ള ഡൈനിങ് ടേബിൾ തന്നെ ഒരു 6 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സൗകര്യം കൂടും ലെങ്ത്തിൽ. ഇങ്ങനെ 15 സെൻറ്റിമീറ്റർ കൂട്ടുന്നതോടുകൂടി 3 ചെയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് 3ഉം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 3ഉം 6 എണ്ണം, ബാക്കി 2 എണ്ണം ഓരോന്നായിട്ട് നമുക്ക് ചെറിയ സൈഡിലും നമുക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 8 സീറ്റ് സൗകര്യം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ആ 8 സീറ്റ് അവിടെ ഇടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 8 സീറ്റ് ഇടുക. അല്ലാത്ത സമയത്ത് 6 സീറ്റ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് ഈ 2 ചെയർ ആ സമയത്ത് ഇടുക. അതുവരെ ആ 2 സീറ്റ് മറ്റെവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂം കാണുന്ന സമയത്ത് വളരെ ടൈറ്റ് തോന്നിക്കില്ല. അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാതെ 8 സീറ്റ് എപ്പോഴും അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം കൂടി നിങ്ങൾക്ക് അവിടെ ഒരു സൗകര്യക്കുറവുണ്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് 6 സീറ്റ് തന്നെ അവിടെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് ചിലപ്പോൾ പോകുന്ന സമയത്ത് കൂടുതൽ സൗകര്യം ഉണ്ടാകും, മറ്റേ സൈഡ് നോക്കുന്ന സമയത്ത് അത്ര സൗകര്യം കാണില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചില സെലക്ഷൻസ് നമ്മൾ മാറ്റി ചെയ്താൽ മതി. അതായത് ഡൈനിങ് ടേബിളിൻ്റെ കൂടെ വരുന്ന ചെയേഴ്സ് തന്നെ നമുക്ക് ഒരു സൈഡ് 3 ചെയറും മറ്റേ സൈഡിൽ നമുക്ക് ബെഞ്ച് ഇട്ടുകൊണ്ട്, അതുകൂടാതെ 2 ബാക്കിയുള്ള സ്ഥലങ്ങൾ സ്റ്റൂൾ ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള സെറ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെഞ്ചുള്ള ഏരിയ നമുക്ക് കുറച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള അതല്ലെങ്കിൽ കൂടുതൽ സൗകര്യക്കുറവുള്ള ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മറ്റേ സൈഡ് ശരിക്കുള്ള ചെയർ ഇടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡൈനിങ് റൂം വളരെ വിശാലമായി തോന്നും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ സെലക്ഷൻ കൊണ്ട് മാത്രം നമുക്ക് സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് കാഴ്ചയിൽ മാത്രമല്ല, നമ്മൾ ആ സൈഡിലൂടെ പോകുന്ന സമയത്ത് കൂടി ഇങ്ങനെയുള്ള ബെഞ്ച് ടൈപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യം തോന്നിക്കും, നമ്മുടെ ആവശ്യങ്ങളും കഴിഞ്ഞു കിട്ടും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.